ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ റീഡിങ് രണ്ട് മൂന്ന് ദിവസമായി ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏപ്രിൽ മാസം 2026 ഡിസ്കൗണ്ട് ആണ്. അപ്പോൾ പേഴ്സണൽ റീഡിങ് ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാകും. ഓക്കെ, ഡിസ്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. നീയുമായി ഒന്നിക്കാനുള്ള പല അവസരങ്ങളും ഞാൻ നഷ്ടപ്പെടുത്തി, അതെല്ലാം എൻ്റെ തെറ്റാണ്, നീ എന്നോട് ക്ഷമിക്കുകയില്ലേ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുമായിട്ട് ഒന്നിക്കാനുള്ള പല അവസരങ്ങളും ഈ വ്യക്തിക്ക് ലഭിച്ചിട്ടുണ്ടാകാം, നിങ്ങൾക്കും ലഭിച്ചിട്ടുണ്ടാകാം. അപ്പോൾ അതിൽ പലതും ഈ വ്യക്തി മനസ്സിലാക്കാതെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ വ്യക്തി തന്നിഷ്ടപ്രകാരം ഒരുപക്ഷെ നടന്നിട്ടുണ്ടാകാം. അപ്പം അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കുന്നുണ്ടോ, നിങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളോട് ചെയ്തതെല്ലാം തെറ്റായി പോയി എന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം. വാവ്, ഈ പേഴ്സൺ നിൽക്കുന്നത് 10 എനർജിയിലാണ്. അപ്പൊ 10 എനർജി എന്ന് പറയുന്നത് പോലും ഒരു ബാലൻസിങ് എനർജീനെയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫോർഗീവ് ചെയ്യണം. അതായത് ഫോർഗീവ് എന്ന് പറയുന്നത് പോലും എന്നോട് ക്ഷമിക്കൂ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്കാണ് ഫോർഗീവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഭയങ്കരമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയോട് ക്ഷമിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമാണ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളത്. കാരണം ഈ പേഴ്സൺ ചെയ്തു പോയത് തെറ്റാണെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നതും ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ വ്യക്തിയോട് ക്ഷമിക്കണം, അല്ലെങ്കിൽ ഈ വ്യക്തി ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾക്ക് ക്ഷമിക്കണം. അത് ഈ വ്യക്തിയുടെ മണ്ടത്തരമാണ്, ഈ വ്യക്തിക്ക് പറ്റിപ്പോയതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കാനാണ് ഈ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരുപാട് തെറ്റുകൾ ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ, കൂടുതലും അറിഞ്ഞുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ നിങ്ങളെ എന്താ പറയാ, ക്ഷമിക്കാനാണ് പറയുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ സാധിക്കുന്നത് എർത്ത് മാജിക് ആണ്. ഫിയർലെസ്നെസ് റിമൂവിങ് ഒബ്സ്റ്റക്കിൾസ് ആണ്. അതായത് പേടിയില്ലാതെ കാര്യങ്ങളെ നേരിടാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പേടിയില്ലാതെ കാര്യങ്ങളെ നേരിടുക എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഭയവുമില്ലാതെ തടസ്സങ്ങളെ നേരിടാനായിട്ട് പഠിക്കുക, ആ ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ആ ഒരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ ദൂരേക്ക് വരുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വന്ന് നീങ്ങുന്നത്. ഓക്കെ, ധൈര്യത്തോടു കൂടി പേടിയില്ലാതെ ഒരു തടസ്സങ്ങളെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് വരാം. അതായത് ഇങ്ങനെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അതായത് ഈ പേഴ്സൺ വളരെ പശ്ചാത്താപത്തോടു കൂടിയാണ് നിൽക്കുന്നത്, വളരെയധികം പശ്ചാത്താപത്തോടെയാണ് നിൽക്കുന്നത്. കാരണം ഭയങ്കരമായിട്ട് റിഗ്രറ്റ് അടിക്കുന്നുണ്ട് നിങ്ങളോട് ചെയ്തു പോയിട്ടുള്ള തെറ്റുകളെ കുറിച്ച് ഓർക്കുമ്പോൾ. അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും തൻ്റെ ഇടത്തോടു കൂടി നിന്നുകൊണ്ട് നിങ്ങളെ മറികടക്കണം. നിങ്ങളെ മറികടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ തടസ്സങ്ങളാണോ ഈ വ്യക്തിക്കുള്ളത് അതെല്ലാം നല്ല രീതിയിൽ തൻ്റെ ഇടത്തോടു കൂടി മറികടന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത്. പേടിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്ന് ഈ വ്യക്തി വിശ്വസിക്കുകയാണ്. ആൻഡ് ഓൾസോ മിസ്ഡ് ഓപ്പർച്യൂണിറ്റി ആണ്. ഐ ഡിഡ്ന്റ് ആക്ട് വെൻ ഐ ഷുഡ് ഹാവ്. യെസ്, ഈ വ്യക്തി ആ ഒരു തീരുമാനം എടുക്കേണ്ട സമയത്ത് ഈ വ്യക്തി എടുത്തില്ല. തീരുമാനങ്ങൾ പറയേണ്ട സമയത്ത് ഈ വ്യക്തി പറഞ്ഞില്ല. നിങ്ങളോട് മനസ്സ് തുറക്കേണ്ട സമയത്ത് ഈ വ്യക്തി മനസ്സ് തുറന്നില്ല. ഇതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് തന്നെയാണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഈ പേഴ്സൺ സ്വന്തമായിട്ട് തന്നെ പശ്ചാത്തപിക്കുന്നുണ്ട്. അതായത് ഈ പേഴ്സൺ ചെയ്തു പോയതും ഈ പേഴ്സൺ നഷ്ടപ്പെടുത്തിയതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ വ്യക്തിയോട് തന്നെ ലജ്ജ തോന്നുന്ന, അല്ലെങ്കിൽ നാണക്കേട് തോന്നുന്ന ഒരു ലെവലിലേക്കാണ് ഈ പേഴ്സൺ ചിന്തിക്കുന്നത്. ആൻഡ് ഓൾസോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ലൈറ്റൻ യുവർ ലോഡ് എന്നാണ്. അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ള ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ വീട്ടിലെത്താ പ്രാരാബ്ദങ്ങളായിരിക്കാം, വീട്ടിലെത്താ
മറ്റുള്ളവരുടെ ഉത്തരവാദിത്വവും കൂടി ഈ വ്യക്തിയുടെ തലയിലായിരിക്കാം. അല്ലെങ്കിൽ ഈ വ്യക്തി എത്രത്തോളം സ്വതന്ത്രത്തോടു കൂടി ജീവിക്കാൻ ശ്രമിച്ചാലും ഈ വ്യക്തിക്ക് അതിന് സാധിക്കുന്നില്ല. ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരുപാട് തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും റെഡിയാണ് ഈ വ്യക്തിയുമായിട്ട് സ്നേഹിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും നിങ്ങൾ റെഡിയാണ്. പക്ഷെ ഈ പേഴ്സൺ അപ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് തടസ്സങ്ങൾ വരികയും അല്ലെങ്കിൽ ഒരുപാട് ബാധ്യതകൾ വരികയും എന്നുള്ള ആ ഒരു രീതി, ബാധ്യതകൾ വന്നിട്ട് നിങ്ങളോട് ഗുഡ് ബൈ പറയുകയും അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം, പിന്നീട് കണ്ടുമുട്ടാം എന്നുള്ള രീതിയിലൊക്കെ പോവുകയും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഇപ്പൊ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലൈറ്റൻ യുവർ ലോഡ് എന്നാണ്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു അനാവശ്യമായിട്ടുള്ള ബാധ്യതകൾ തലയിൽ നിന്നും ഇറക്കി വെക്കുക. അതിനെക്കുറിച്ചാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിക്കുന്നത്. കാരണം അനാവശ്യമായിട്ടുള്ള ബാധ്യതകളെല്ലാം തന്നെ ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് തലയിലേറ്റി നടന്നിട്ട് കാര്യമില്ല. ഞാൻ സോൾവ് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും തൻ്റെ തലയിലേക്ക് കയറ്റി വെച്ചിട്ട് കാര്യമില്ല. തനിക്ക് തൻ്റെ സ്വന്തം ജീവിതം ആസ്വദിക്കാനോ സന്തോഷിക്കാനോ പറ്റുകയില്ല. അതുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങളെല്ലാം തലയിൽ നിന്നും എടുത്തു മാറ്റാം എന്നുള്ള ഒരു അതായത് വേണ്ടാത്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എടുത്തു മാറ്റാം. ഓക്കെ, വേണ്ടാത്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്നും എടുത്തു മാറ്റാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം ഈ പേഴ്സണ് സ്വാതന്ത്ര്യം വേണം, സന്തോഷം വേണം, സമാധാനം വേണം. അതിന് ഈ വ്യക്തിയായിട്ട് മാത്രം നിന്നാൽ മാത്രമാണ് അതിന് സാധിക്കുകയുള്ളൂ. നിങ്ങളെ സ്നേഹിക്കണമെങ്കിൽ, നിങ്ങളുമായിട്ടുള്ള കണക്ഷനിലേക്ക് വരണമെങ്കിൽ ഈ വ്യക്തിക്ക് ആദ്യം സ്വാതന്ത്ര്യം വേണം. സ്വാതന്ത്ര്യമില്ലാത്തടത്ത് ഉത്തരവാദിത്തങ്ങളെല്ലാം തലയിൽ ഏന്തിക്കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് തരാൻ പറ്റും? അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. അപ്പൊ അത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ഈ വ്യക്തി വീട് വിട്ടൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വീട് വിട്ടു പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ വീട് തന്നെ വിട്ടു പോകണം എന്നില്ല, ഇപ്പൊ വേറെ ഏതെങ്കിലും എനർജി ആകാം. അതായത് ഈ പേഴ്സണ് പറ്റാത്ത കാര്യങ്ങൾ, ഓക്കെ, ഈ പേഴ്സണ് പറ്റാത്ത കാര്യങ്ങൾ, ഈ പേഴ്സണ് പറ്റാത്ത സ്ഥലങ്ങൾ ഏതാണോ ആ സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോവാം. അതിപ്പോ ജോലി സ്ഥലമായിരിക്കാം, വീടായിരിക്കാം, എന്തുമാകാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരിക. തനിക്ക് പറ്റാത്ത ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ പുറത്തേക്ക് വരാം. സ്ട്രെസ് പിടിച്ച ജീവിതമാണെങ്കിൽ, വീട് സമാധാനം കൊടുക്കുന്നില്ല എന്നാണെങ്കിൽ പുറത്തേക്ക് വരാം. ആ വീട് വിട്ടു പോവാം. പറ്റാത്ത കൂട്ടുകാരാണെങ്കിൽ ആ കൂട്ടുകെട്ട്, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നിർത്തിവെക്കുക. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ പേഴ്സൺ ഒട്ടും കംഫർട്ടബിൾ അല്ല എന്ന് തോന്നിക്കുന്ന സാഹചര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട്. അതിന് ആരുടെയും അനുവാദം ഈ വ്യക്തിക്ക് വേണ്ട. കാരണം ഈ വ്യക്തി സ്വന്തം തീരുമാനം എടുത്തിരിക്കുകയാണ്, സ്വന്തമായിട്ടൊരു പ്രൈവസി വേണം എന്നുള്ളത്. അപ്പൊ അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. യെസ്, ബി ഹോണസ്റ്റ് വിത്ത് യുവർ സെൽഫ്. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൂടെ ഈ വ്യക്തി പഠിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പാഠം എന്ന് പറയുന്നത് സത്യസന്ധമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി സത്യസന്ധത അല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഈ പേഴ്സൺ തിരിച്ചറിയാണ്. അപ്പൊ ഉറപ്പായിട്ടും സത്യസന്ധമായി നിൽക്കാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധമായി നിങ്ങൾക്ക് മുന്നിൽ നിൽക്കണം എന്ന് തന്നെയാണ് ഈ പേഴ്സൺ തീരുമാനിക്കുന്നത്. ചിലപ്പോൾ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി, തൽക്കാലം രക്ഷപ്പെടുന്നതിന് വേണ്ടി ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് പലതരത്തിലുള്ള കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം, പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ഈ പേഴ്സൺ അതുകൊണ്ട് സത്യസന്ധതയ്ക്ക് ഈ പേഴ്സൺ വലിയ രീതിയിലുള്ള പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. കാരണം ഈ പേഴ്സൺ നിങ്ങളെ പറഞ്ഞു പറ്റിച്ചതിന് 100 ഇരട്ടിയായിട്ട് ഈ വ്യക്തിക്ക് വിഷമിക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് ഓർത്ത് ഈ വ്യക്തി പേടിക്കുകയാണ്. അതുകൊണ്ട് കഴിവതും ഹൊണസ്റ്റ് ആയിട്ട്, സത്യസന്ധമായിട്ട്, ലോയൽറ്റി കീപ്പ് ചെയ്ത് നിൽക്കാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല ദ ലോണർ ആണ് കാണിക്കുന്നത്. അതായത് ഈ പേഴ്സൺ ഒറ്റയ്ക്ക് നിൽക്കാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്. എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല എന്നല്ല, ഒറ്റയ്ക്ക് നിൽക്കാനാണ് ശ്രമിക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുക. ഓക്കെ, തൻ്റെ തെറ്റെന്താണ്, താൻ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഇവിടെ ആർക്കാണ് തെറ്റു പറ്റിയത്, തൻ്റെ ഭാഗത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, ഈ പ്രണയബന്ധം ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, പുതിയ തുടക്കം എവിടെ വെച്ചായിരിക്കണം, നിങ്ങളോട് എങ്ങനെ സംസാരിക്കണം, പെരുമാറണം, ഈ വ്യക്തി മാറ്റിയെടുക്കേണ്ട സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ
ഈ വ്യക്തി സ്വയമായി ഒറ്റയ്ക്കിരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും എന്താ പറയാ, ഒറ്റയ്ക്കിരുന്നാൽ മാത്രമേ ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. മറ്റു കൂട്ടുകാരൊക്കെ ആയിട്ടൊക്കെ കൂട്ടുകൂടി നടന്നു കഴിഞ്ഞാലൊന്നും സ്വന്തമായിട്ടൊരു നമുക്കൊരു തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് തിരിച്ചറിവ് കിട്ടുകയുള്ളൂ, ക്ലാരിറ്റി കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു എനർജിയിലേക്കാണ് ഈ വ്യക്തി പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ എൻജോയ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ കുറച്ചിട്ടുണ്ട്. അതായത് മറ്റുള്ളവരായിട്ട് എൻജോയ് ചെയ്ത് ജീവിക്കുക, ടൂറ് പോവുക, അതും ഇതും അതിലും ഇതിലും ഒക്കെ പങ്കെടുക്കുക, അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നതൊക്കെ നിർത്തിയിട്ട് ഒറ്റയ്ക്ക് ഇരുന്നു കൊണ്ട് ചിന്തിക്കുന്ന ഒരു ലെവലിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പോരാത്തിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. പേഴ്സണൽ റീഡിങ്ങിന്റെ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.